സിനുജി, സിറിയയിലെ വിമതപക്ഷം, അതായത് ഈ വിമതസേന ഏകദേശം സിറിയയിലെ അധികാരമൊക്കെ പിടിച്ചെടുത്ത ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇവരും റഷ്യയും തമ്മിൽ അടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. അതെങ്ങനെ സാധ്യമാകുമെന്നൊരു ചോദ്യം കൂടെയുണ്ട്. കാരണം ഈ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദിനെ രക്ഷിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് വ്ളാദിമിർ പുടിനൊക്കെ ഇടപെട്ടുകൊണ്ടാണ്. അപ്പോൾ റഷ്യ എന്താണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല ഇസ്രായേലിൻ്റെ ഒരു പ്രധാന ശത്രു രാജ്യങ്ങളെല്ലാം, അതായത് പ്രധാനപ്പെട്ട ശത്രുക്കളെല്ലാം ഏകദേശം അവസാനിച്ചു. ഇപ്പോൾ സിറിയയിലെ പുതിയ ഭരണകൂടം ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്നതിനെതിരെ നീങ്ങുന്നതിനെതിരെയൊക്കെ ശക്തമായ തിരിച്ചടിയും ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം എന്താകും? അതുപോലെ തന്നെ റഷ്യയുടെ നീക്കം എന്താണ്? അതായത് ഇസ്രായേലിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേൽ നിലവിൽ ഈ ലെബനനുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. അപ്പോൾ UN ഇടപെട്ട്, അമേരിക്ക ഇടപെട്ട്, ഫ്രാൻസ് ഇടപെട്ടൊക്കെ ഈ യുദ്ധം ഒന്ന് നിർത്താനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ നവംബർ 26 ലെബനനിൽ താൽക്കാലികമായി വെടിനിർത്തൽ നടക്കുന്നു. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ സിറിയയിലെ ഇദ്ലിബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മിലിഷ്യയുണ്ട്, HTS, അതായത് ഹയാത്ത് തസ്രേൽ അൽ ഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. ഏതാണ്ട് 25,000 ട്രൂപ്പുകൾ മാത്രമുള്ള ഒരു ചെറിയ സംഘടന. ഹിസ്ബുള്ളയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ ചെറിയൊരു ഒരു ട്രൂപ്പാണ്. ഇവർ പക്ഷേ 13 ദിവസം കൊണ്ട് സിറിയയുടെ ഭരണം പിടിച്ചെടുത്തു. അതായത് അവിടുന്ന് അലപ്പോ നഗരത്തിലേക്ക് പോകുന്നു. ഡമാസ്കസ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്. അലപ്പോയും കീഴടക്കി കഴിഞ്ഞപ്പോൾ ഇവർ ഡമാസ്കസിലേക്ക് നീങ്ങുകയും ഡമാസ്കസ് കീഴടക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർമി, അതായത് സിറിയൻ ആർമി പിൻവാങ്ങി. മാത്രമല്ല അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഇറാനിൽ നിന്നുള്ള ഈ പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടല്ലോ, ഹിസ്ബുള്ള പോലെയുള്ളവർ, അവരുമൊക്കെ അവിടെ നിന്ന് മാറി. ഹൂത്തികളെയും അറ്റാക്ക് ചെയ്തു. പിന്നുള്ളത് റഷ്യയാണ്. അപ്പോൾ റഷ്യ സഹായിക്കുമെന്ന് കരുതിയെങ്കിലും റഷ്യ ഇടയ്ക്ക് വ്യോമാക്രമണമൊക്കെ നടത്തിയതല്ലാതെ അവർ പിൻവാങ്ങി. ഈ സമയത്ത് 50,000-ഓളം റഷ്യൻ സോൾജിയേഴ്സ് ഈ സിറിയയിലുണ്ടായിരുന്നു. പക്ഷേ അവരാരും അനങ്ങിയില്ല. മാത്രമല്ല ഇവിടെ എല്ലാം നടന്ന അറ്റാക്ക് നടത്തുകയാണ്. ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നു, അമേരിക്കയുടെ സഹായത്തോടെ പല മുന്നേറ്റങ്ങളും വിമതർ നടത്തുന്നു. പക്ഷേ ഈ നടത്തുമ്പോഴൊക്കെ തന്നെ റഷ്യയുടെ ടാങ്കുകളെയോ റഷ്യയുടെ യുദ്ധോപകരണങ്ങളെയോ ഒന്നും തന്നെ നശിപ്പിക്കുന്നില്ല. റഷ്യയെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ആക്രമണമാണ് നടന്നത്. അതായത് വിമത വിഭാഗത്തിൻ്റെ നേതാവായ അബു ജൊലാനിയുമായിട്ട് ചില ഒത്തുതീർപ്പിൽ റഷ്യ ഏർപ്പെടുന്നു. അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ നിർദ്ദേശപ്രകാരം പറയുന്നു, ഞങ്ങളുടെ കുറച്ച് കപ്പലുകൾ അവിടുത്തെ ഒരു പോർട്ടിൽ കിടപ്പുണ്ട്, അതിനെ ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ സോൾജേഴ്സ് ഇന്ന സ്ഥലത്ത് ഇന്ന ബാരക്കിലുണ്ട്, അവിടേക്ക് അറ്റാക്ക് നടത്തരുത്. ഇതെല്ലാം തന്നെ അബു ജൊലാനി ഏതാണ്ട് അംഗീകരിക്കുന്നു. മാത്രമല്ല അമേരിക്കൻ പിന്തുണയോടെയാണ് ഇത് നൽകിയതെങ്കിലും അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റം നടത്തിയെങ്കിലും റഷ്യയെ അവർ ഉപദ്രവിക്കുന്നേയില്ല. ഇപ്പം എന്താ റഷ്യയുടെ ആവശ്യം? ഇവിടെയുള്ള ബാഷർ അൽ അസദിനെ റഷ്യ ഇടപെട്ടിട്ട് അവരുടെ റഷ്യയിലേക്ക് കൊണ്ടുപോയി. 2 ടണ്ണോളം കറൻസി നോട്ടുകൾ കൊണ്ടുപോയത് കൊണ്ടാണ് റഷ്യ ഈ ബാഷറിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താ അറിയോ? റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്ത്രപരമായി നീങ്ങുകയാണ്. അത് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളവരുമായിട്ട് ഒരു പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് നീങ്ങാൻ. അതുകൊണ്ട് അൽ ജൊലാനിയുടെ അടുത്ത് പറയാണ്, നമുക്ക് ഒരു ഒത്തുതീർപ്പിലൊക്കെ പോകാം. അപ്പം മറ്റേ വശത്ത് ബാഷറിനെ സംരക്ഷിക്കുന്നു, ഈ വശത്ത് അൽ ജൊലാനിയുമായിട്ട് ഒരു പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ മുതൽ USSR എന്ന് പറയുന്ന രാജ്യം അവരുടെ പോർട്ട് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് സിറിയയാണ്. അപ്പോൾ സിറിയയുമായിട്ട് അക്കാലം മുതൽ വലിയ ബന്ധമുണ്ട്. USSR തകർന്ന റഷ്യ ആയിട്ടും ഇവരുടെ നേവിക്ക് ഒരു നേവൽ ബേസ് എന്ന് പറയുന്നത് സിറിയയാണ്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ ഷിപ്പുകളൊക്കെ പതുക്കെ റഷ്യ ഇവിടെ നിന്ന് മാറ്റി. പക്ഷേ റഷ്യക്ക് സിറിയയിൽ ഒരു പോർട്ട് വേണം. എന്താണെന്ന് വെച്ചാൽ റഷ്യയിലെ കാലാവസ്ഥ പല മാസങ്ങളിലും തണുത്തുറഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ കപ്പലുകളൊന്നും പോകാൻ പറ്റത്തില്ല. സൈനികപരമായി വ്യാപാര ബന്ധങ്ങളിലൊക്കെ ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു ട്രേഡിന് സ്ഥലം വേണം. അതാണ് ഈ പറയുന്ന സിറിയയിൽ അവർ നേടുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലിന് പ്രശ്നമാണ്. കാരണം റഷ്യ അവിടെ നിന്നാൽ ഇസ്രായേലിന് സിറിയയ്ക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. ഈ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലായ്പ്പോഴും ഇസ്രായേലിനെ ഈ ഇറാൻ കേന്ദ്രമാക്കിയ ഒരു അച്ചുതണ്ടിൻ്റെ ബലത്തിൽ 5 ശക്തികൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം പലസ്തീനുമായി ബന്ധപ്പെട്ട് ഹമാസ് അറ്റാക്ക് ചെയ്യും, പിന്നെ ലെബനുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ഹൂത്തികളുടെ അറ്റാക്കുണ്ട്. ഇതുകൂടാതെ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ചില മിലിഷ്യകളുടെ ആക്രമണമുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഹമാസ് നിർത്തിയാൽ ഹിസ്ബുള്ള തുടങ്ങും, ഹിസ്ബുള്ള നിർത്തിയാൽ ഹൂത്തി തുടങ്ങും. ഇതാണ് ഇവരുടെ തന്ത്രം. അപ്പോൾ എല്ലായ്പ്പോഴും ഇസ്രായേലിനെ ഒരു സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കും. സ്ഥിരമായി ഇങ്ങനെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതെ, അങ്ങനെ ഇറാനിലെ സമാധാനം ഇല്ലാതാക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം ഇപ്പോൾ ഒരു അവസരം ഒത്തു വന്നു. അതുകൊണ്ട് അടിച്ചു തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത്. മാത്രമല്ല അവിടെ ഏതാണ്ട് റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തുന്ന രീതിയിൽ ശക്തമായ ആക്രമണം വരെ അവിടെ നടത്തി. 5 മണിക്കൂർ കൊണ്ട് 60 സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുക, അവിടുത്തെ നേവിയെ പൂർണ്ണമായിട്ടും തകർക്കുക. അപ്പോൾ ഇസ്രായേൽ
കൃത്യമായി ഇനി ഒരു ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ മുന്നേറുന്നു. ഒപ്പം ഗൊലാൻ കുന്നുകളും അതുപോലെ തന്നെ ആ പരിസരവും എല്ലാം തന്നെ പിടിച്ചെടുത്തു. 16,000 ചതുരശ്ര കിലോമീറ്ററുള്ള ഗൊലാൻ കുന്നുകളിൽ ഇനി 2 ലക്ഷം ജൂതന്മാരെ അധിവസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായ നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഈ സിറിയ ഏത് നിമിഷവും വിഭജിക്കപ്പെടാം. അതായത് സിറിയയിലെ ഏതാണ്ട് 30% ഭാഗം കുർദുകൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ, അവിടുത്തെ മറ്റൊരു മിലിഷ്യയാണെന്ന് പറയാം. ഇവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ കുർദുകൾക്ക് ഈ സ്ഥലം സ്വന്തമായിട്ട് വേണം. ഒപ്പം അമേരിക്ക പിന്തുണയ്ക്കുന്ന കുറേ ഭാഗങ്ങൾ സിറിയയിലുണ്ട്. ആ ഭാഗം അമേരിക്ക എടുക്കാൻ പോകും. ഒപ്പം തുർക്കി, അതായത് എർദോഗന് ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അവർ ഈ തുർക്കിയിൽ നിന്ന് കുറച്ച് സ്ഥലം കൂടെ പിടിച്ചെടുക്കും. അങ്ങനെ 3, 4, 5 അല്ലെങ്കിൽ 6 കഷ്ടമായിട്ട് വരെ ഏത് നിമിഷവും ഈ സിറിയ വിഭജിക്കപ്പെടാം. അപ്പോൾ അത്തരത്തിലുള്ള മുന്നേറ്റം നടത്തുകയാണെങ്കിൽ അതിനെ എങ്ങനെ എതിർക്കണം, അല്ലെ അതിനെ എങ്ങനെ തടയണം, ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ആശയക്കുഴപ്പമാണ്. അപ്പോൾ സിറിയ ഇങ്ങനെ വിഭജിക്കപ്പെടാം എന്നുള്ള ഒരു ധാരണ വെച്ചിട്ട് കുർദുകൾ ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ കുർദുകൾക്ക് അമേരിക്ക സപ്പോർട്ട് കൂടെ കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാനും കഴിയില്ല. മാത്രമല്ല ഇവർക്ക് ഇപ്പം ഈ പറയുന്ന തുറമുഖങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അതായത് തുറമുഖങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എയ്ഡൻ തുറമുഖത്ത് നിന്ന് ഇവർ ചെങ്കടലിൽ ചെന്ന്, ചെങ്കടലിൽ നിന്ന് പിന്നെ ഈ പറയുന്ന സൂയസ് കനാലിലേക്ക് ചെന്ന് അവിടെ നിന്ന് വേണം ഇവർ മെഡിറ്ററേനിയൻ സീയിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഈ ഒരു റൂട്ടിൽ എപ്പോഴും ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഹൂത്തികളാണ്. അപ്പോൾ ഹൂത്തികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇവർക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി പോകേണ്ട അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മൊത്തം വ്യാപാരത്തിൻ്റെ 20% ഏതാണ്ട് കപ്പൽ വഴിയാണ് നടത്തുന്നത്. ഇതിനെല്ലാം തന്നെ ഇത് സാരമായി ബാധിക്കും. മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധത്തെ പോലും ഇത് തളർത്തുന്നതായിരിക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട്. ഒപ്പം റഷ്യ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ ജൊലാനിയുമായിട്ടൊരു ബന്ധമൊക്കെ ഏർപ്പെടുത്തി ഞങ്ങൾ പഴയതുപോലെ നിൽക്കാം, ഞങ്ങൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ജൊലാനി പറയുന്നത് എന്താ, ഇറാൻ്റെയും റഷ്യയുടെയും ആവശ്യം ഇവിടെ കഴിഞ്ഞു. ഇറാനും റഷ്യയും കൂടെയാണ് ഞങ്ങളുടെ രാജ്യത്തെ തകർത്തത്. ഇനി ഇവർക്ക് ഒരു കാരണവശാലും ഒരു ആവശ്യവും പറഞ്ഞ് ഞങ്ങളുടെ രാജ്യത്ത് നിൽക്കേണ്ട കാര്യമില്ല. വ്യക്തമായിട്ട് തന്നെ ഇറാനെ തള്ളിപ്പറയാണ്. മാത്രവുമല്ല ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പുതിയ രാഷ്ട്രം പുനർനിർമ്മിക്കണം. കാരണം കൺസ്ട്രക്ഷൻ നടത്താറുണ്ട്. ആ ജനങ്ങളുടെ ഷിയ എന്നോ സുന്നി എന്നൊന്നും വേർതിരിവ് ഞങ്ങൾക്കില്ല. ആ രീതിയിൽ ഞങ്ങളെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇറാൻ്റെ സഹായങ്ങളൊന്നും ഇല്ലാതെ ഹൂത്തികൾ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്ന ഈ സിറിയയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ സിറിയയ്ക്ക് ഇപ്പോൾ അമേരിക്ക ഒരു പരോക്ഷമായ സഹായമൊക്കെ നൽകുന്നു എന്ന് പറയാം. കാരണം എന്താ പറയുക, ഈ സിറിയയ്ക്ക് അവിടെ ഒരു ഭരണകൂടം എന്ന നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവർക്കൊരു ഇയാളെന്താ ഒരു തീവ്രവാദ നിലപാട് ഈ പിന്നെ IS പോലെയുള്ള ഭീകര സംഘടനകളായിട്ടൊക്കെ പ്രവർത്തിച്ചാളാണ്. അപ്പം കുറേ കഴിഞ്ഞ് ഇയാളൊരു നല്ല രാഷ്ട്ര നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ വരുവാണ്. അപ്പം ഞാൻ ഒരു രാഷ്ട്രത്തെ നയിക്കാൻ പറ്റുന്ന ഒരു നേതാവ്. അപ്പോൾ തീവ്രവാദി എന്ന ലേബലിൽ നിന്ന് ഇയാൾ ഒരു രാജ്യത്തെ നയിക്കുന്ന നേതാവായിട്ട് വളരണമെങ്കിൽ അമേരിക്കയെ പെട്ടെന്ന് കയറി എതിർക്കാനോ അവരെ തകർത്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ചില നിലപാടുകളോട് യോജിച്ച് നിൽക്കുകയും വേണം. മാത്രമല്ല ഈ അമേരിക്കയുടെ സമ്മർദ്ദമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുമ്പോഴേക്കും ജനുവരി 20 എത്തുമ്പോഴേക്കും തന്നെ ഈ കുർദ് മേഖലയിലെ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു കുർദിസ്ഥാൻ പോലെ ഒരു രാജ്യം തന്നെ സൃഷ്ടിക്കാം. അത് ഇറാനിൽ നിന്നും ഈ സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ഈ തുർക്കിയിൽ നിന്നുള്ള സ്ഥലം കൂടെ പിടിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് എർദോഗൻ ഈ അമേരിക്കൻ നിലപാടിനെയോ അതുപോലെ തന്നെ കുർദുകളുടെ നിലപാടുകളെയോ പിന്തുണയ്ക്കാത്തത്. സത്യത്തിൽ എർദോഗന്റെ പിന്തുണയിലാണ് ഈ HTS അവിടെ വരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അവരുടെ പിന്തുണയില്ലെങ്കിൽ ഇവർക്ക് ട്രെയിനിങ് കിട്ടില്ല, ആയുധം കിട്ടില്ല, ഒന്നും കിട്ടില്ലായിരുന്നു. തുർക്കിയാണ് ഇതൊക്കെ കൊടുത്തത്. അതെ. അപ്പോൾ ഇപ്പോൾ തുർക്കിയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ തിരിച്ച് സിറിയയിലേക്ക് വരുന്നത്. ഏതാണ്ട് 7600ഓളം പേരാണ് കഴിഞ്ഞ 5-6 ദിവസം കൊണ്ട് അഭയാർത്ഥികളായിട്ട് തിരിച്ചു വരുന്നത്. കാരണം ഇവരുടെ രാജ്യം ശരിക്കും സിറിയ. ഇവർ പേടിച്ച് ജീവൽ ഭയം ഉള്ളതുകൊണ്ട് കൂടി തുർക്കിയിലേക്ക് പോയതാണ്. അവരെല്ലാം കൂടെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ സാമ്രാജ്യമൊക്കെ വളർത്തി വലുതാക്കണം, ഞങ്ങളൊരു നല്ല രാജ്യമാണെന്ന് അംഗീകരിക്കണം. കാരണം എത്ര ലോകരാജ്യങ്ങൾ ഇനി സിറിയ അംഗീകരിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം പുതിയ ഭരണകൂടമാണല്ലോ വരുന്നത്. ഇവരുടെ ഉള്ളിൽ ഈ പറയുന്ന തീവ്രവാദ അൽഖ്വയ്ദ IS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചല്ലേ. ഇപ്പോൾ HTS ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ നിലപാട് മാറും. അങ്ങനെ നിലപാട് മാറിയാൽ ഒരുപക്ഷെ ഇസ്രയേലിനെയും അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇസ്രയേൽ അത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം നെതന്യാഹു പറയുന്നു നിലവിൽ അവരുടെ എല്ലാം പല്ല് കൊഴിച്ച് കളഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അവിടുത്തെ നേവൽ വിങ്ങിനെ പൂർണ്ണമായിട്ടും തകർത്തു. ഇനി അവിടുത്തെ എന്താ വ്യോമസേന അതുപോലെ തന്നെ കരസേന അവർക്ക് അങ്ങനെയുള്ള ശക്തിയൊന്നുമില്ല. എപ്പോഴെങ്കിലും അവർക്ക് ശക്തി ആർജിക്കണമെന്ന് തോന്നിയാൽ അത് ഞങ്ങളുടെ അടുത്ത് കളിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇസ്രയേൽ അവിടെ അറ്റാക്ക് മുന്നറിയിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല ഈ 1973 യുദ്ധത്തിൽ ഈ പറയുന്ന ഗോലാൻ കുന്നും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇവരുടെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയുന്നൊരു ഒത്തുതീർപ്പാണ് UN സമർപ്പിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് പിന്നിട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലം ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരുന്നതും ഇത് ഞങ്ങളുടെ സ്വന്തമാണെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടേക്ക് ഏതാണ്ട് 2 ലക്ഷത്തോളം ഇസ്രായേലികൾ ഇനി ഉണ്ടാകും എന്ന നിലയിലേക്ക് വരുന്നു. മാത്രമല്ല അവിടുത്തെ ഡ്രൂസെ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവർ സിറിയക്കാരാണ്, ഒരു ആദിവാസി വിഭാഗം എന്ന് പറയുന്ന പോലെ കുറച്ച്. അവർക്ക് ഈ നഗരത്തൊന്നും താമസിക്കാൻ ഇഷ്ടമല്ല, അവർക്ക് ഇതുപോലെ കുന്നും മലയൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ പറയുന്ന ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന ഒരു പീഠഭൂമിയാണ്. അവിടെ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് കാർഷിക മേഖലയാക്കാം, ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലാക്കാം. അങ്ങനെ വലിയ ഒരു വികാസം ഈ ഗോലാൻ കുന്നുകളിൽ വളർത്തും. അങ്ങനെ 16,000 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന ഈ സ്ഥലം ഇനി ഇസ്രായേലിൻ്റെ സ്വന്തം. ഒരിക്കൽ പോലും സിറിയയ്ക്ക് ഇനി ആധിപത്യം സ്ഥാപിക്കണമെന്നോ സിറിയ അറ്റാക്ക് ചെയ്യുമെന്നോ എന്നുള്ള പേടി ഇസ്രായേലിനുണ്ടാവില്ല. ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഒപ്പം ഇവിടെ റഷ്യ എന്താ പറയുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ജൊലാനി നമ്മളുമായിട്ടൊന്ന് കൂട്ടുകൂടാൻ തുടങ്ങി. അപ്പം ജൊലാനി ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർബേസ് ഉണ്ട് ഈ ചരക്കുകൾ കൊണ്ടുപോകുന്നത്. ഈ എയർബേസും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ആ എയർബേസിൽ ഒരുപക്ഷെ റഷ്യൻ പട്ടാളക്കാരുമൊക്കെ ആയിട്ടൊക്കെ പുറപ്പെടാം. അതെന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതിന് ഇനി വലിയ താമസമൊന്നും ഉണ്ടല്ലോ, ഉടനെ തീരുമാനം ഉണ്ടാവും. അതോടുകൂടി റഷ്യയുടെ നിലപാടും ഈ പറയുന്ന സിറിയയുടെ നിലപാടും എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടി വരും അല്ലേ. എന്തായാലും കാത്തിരുന്ന് കാണാം.